ഊരകമല, പാണക്കാട് ഊരകം, ആ മലക്കൊരു പ്രത്യേകതയുണ്ട്. ചെരുപ്പടി മല ഒക്കെ ആ ഒരു മലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ആ ഭംഗിയെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ്. ആ മലയിൽ നിന്നാണ് ആലപ്പുഴ വരേക്കുമുള്ള സ്ഥലങ്ങളിലേക്ക് കരിങ്കല്ലുകൾ മാന്തി കൊണ്ടുപോകുന്നത്. ഇന്ന് ആ ഊരകമല കണ്ടു കഴിഞ്ഞാൽ, ഞാൻ 5 വർഷക്കാലത്തോളം അതിൻ്റെ അടുത്തുള്ള കാരാത്തോട് എന്ന പ്രദേശത്ത് ഞാൻ താമസിച്ച ഒരാളാണ്. അന്ന് തുടക്കത്തിൽ കണ്ടിരുന്ന മല പിന്നെ മെലിഞ്ഞു വരുന്നതാണ് നമ്മൾക്ക് അനുഭവപ്പെട്ടത്. ഇതിന് എതിരെയായിക്കൊണ്ട് SSF എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ സാഹിത്യോത്സവവുമായി സംബന്ധിച്ച് ഒരു വീഡിയോ മേക്കിംഗ് മത്സരം ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ഞങ്ങൾ ഈ ഒരു ദുരവസ്ഥ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. ആ പോയ സന്ദർഭത്തിൽ ഞങ്ങൾ അവിടെ അടുത്തുള്ള പ്രദേശത്തുള്ള ജനങ്ങളോട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്കൊരു കമ എന്ന അക്ഷരം ഇവിടെ മിണ്ടാൻ പറ്റില്ല. അത് മിണ്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ അധികൃതർ വരും. പോരാത്തതിന് ആ വീട്ടിലുള്ള ആ ചുറ്റുപാടുള്ള ഓരോരാളുകളും ഈ കോറിയുമായിട്ടുള്ള ജോലിയിൽ ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ പ്രകൃതിയുടെ ഭംഗി കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം എങ്ങനെയാണ് ഈ കരിങ്കല്ല് കൊണ്ടാണല്ലോ നിങ്ങൾ പറഞ്ഞ കക്കൂസ് പോലെയുള്ള ചെറിയ സാധനങ്ങൾ വരെയും ഇവിടെ നിർമ്മിക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുന്നതോടുകൂടെ വികസനം സാധ്യമാക്കുന്നത്? അതായത് സുസ്ഥിര വികസനം എങ്ങനെ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? പ്രകൃതിക്ക് ഒരു കോട്ടവും ഉണ്ടാകുമായിരുന്നില്ല. നമ്മൾ ഒരു 5000 വർഷം മുമ്പ് ഉണ്ടായിരുന്ന പ്രകൃതിയല്ല ഇന്ന് എന്നതിന്റെ കാരണം തന്നെ എന്താ? മനുഷ്യന്റെ ആവശ്യങ്ങൾ കൂടി. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയിൽ നിന്ന് വിഭവങ്ങൾ എടുക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നെടുത്ത വിഭവങ്ങളെ രൂപാന്തരപ്പെടുത്തി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. പെട്രോളിയം പോലുള്ള കുഴിച്ചെടുത്ത് അതിനെ കത്തിക്കേണ്ട ആവശ്യം വരുന്നു. ഇതൊക്കെയാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ഉത്തരം പറയുന്ന ആൾക്കും ഉത്തരവാദിത്വമുണ്ട്. പ്രകൃതിയെ ഏറ്റവും കുറച്ച് ചൂഷണം ചെയ്യുക എന്ന് ലോകത്തിലെ 800 കോടി ജനങ്ങൾ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ അടുത്ത ഒരു വർഷം ഞാൻ 20% കുറച്ചേ പ്രകൃതിയെ ചൂഷണം ചെയ്ത സാധനം ഉപയോഗിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചാൽ, അതുപോലെ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ തീരുമാനിച്ചാൽ അത്രയും ക്വാണ്ടിറ്റി കുറയും. ആവശ്യത്തിലധികം നമ്മൾ കെട്ടിടം പണിയാതിരിക്കാൻ നമ്മൾ സ്വയം തീരുമാനിക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റുകൾ നിയമം കൊണ്ടുവരണം. 4 പേരുള്ള ഒരു കുടുംബത്തിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് കെട്ടിടമേ പാടുള്ളൂ. വ്യവസായശാലകൾ നമ്മൾ കേരളത്തിൽ വലിയ തോതിൽ ഉണ്ടാവുന്നില്ല, പക്ഷെ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിനെ നിലവിലുള്ളതിനെ എങ്ങനെ നമുക്ക് റിനോവേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും, പുനരുപയോഗിക്കാൻ കഴിയും, അതിനെ തന്നെ അതിൻ്റെ തകർത്ത് കളയുന്ന ഭാഗങ്ങളെ നമുക്ക് എങ്ങനെ വീണ്ടും ഉപയോഗിക്കാൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്തമായ ചിന്തകളിലൂടെ അത് സാധ്യമാകുള്ളൂ. പിന്നെ രണ്ടാമത്, ഈ പഠനത്തിന് ശേഷം നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ പ്രകൃതി സൗന്ദര്യത്തെയും നമ്മുടെ കാലാവസ്ഥയും ഒക്കെ ഹനിക്കുന്ന മട്ടിലുള്ള ഖനന പ്രവർത്തനങ്ങൾക്ക് തടസ്സം ഇടേണ്ടത് തന്നെയുണ്ട്. ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. എന്നാൽ ഇത് ബാധിക്കാത്ത സ്ഥലങ്ങളിൽ ഖനനം നടത്താനുള്ള സാധ്യതകൾ കണ്ടെത്തണം. കൂടുതൽ ആഴത്തിൽ, കൂടുതൽ വിസ്തൃതിയിൽ ആ പ്രദേശത്ത് നിന്ന് ഖനനം നടത്തി നമുക്ക് സാധനങ്ങൾ എടുക്കേണ്ടതുണ്ട്. കൂടാതെ ഇതിന് പകരമുള്ള മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കെട്ടിട നിർമ്മാണത്തിന് ഈ പറഞ്ഞ പരമ്പരാഗത രീതി വിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നും ചിന്തിക്കണം. അപ്പൊ അങ്ങനെ ഒരൊറ്റ ഉത്തരം കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. പലവിധ രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മൾ മാറേണ്ടി വരും. ഒറ്റ ഉത്തരം ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യം അതിനുമുമ്പ് അത് നടപ്പാക്കിയല്ലേ? അതില്ല. അപ്പൊ നമ്മളെല്ലാവരും ഇതിന് റെസ്പോൺസിബിൾ ആയ ആളുകളാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ വീട്ടിലൊരു കക്കൂസെങ്കിലും പണിതയാളും ഈ പ്രകൃതി ചൂഷണത്തിന്റെ ഒരു ഉപഭോക്താവാണ്. അയാളും അതിൻ്റെ പ്രതിയാണ്. ഞാൻ എൻ്റെ വീട് പണിയുമ്പോൾ കല്ല് പൊട്ടിക്കുന്നതിന് ഒരു പ്രശ്നവും കാണില്ല. പക്ഷേ മറ്റെവിടെയെങ്കിലും കല്ല് പൊട്ടിക്കുമ്പോൾ നമുക്കത് പ്രശ്നമാകുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ള സമൂഹം ഇതിന്റെ ഭാഗമാണെന്നുള്ളതുകൊണ്ടാണ്. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കെട്ടിടം പണിയും, എത്ര വേണമെങ്കിലും പണിയും, മറ്റുള്ളവരത് പണിയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും, കേരളത്തിലെ 3.5 കോടി ജനങ്ങളും പ്രകൃതിയെ ചൂഷണം ചെയ്തെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു 10% കുറയ്ക്കുമെന്നൊരു തീരുമാനം എടുത്താൽ കേരളത്തിന്റെ 10% പ്രകൃതി സംരക്ഷിക്കാൻ കഴിയുന്നു കൂടുതലായി. നമസ്കാരം സാർ, എൻ്റെ പേര് ഫിലിപ്പ്. ഞാൻ കുട്ടനാട്ടിൽ നിന്നാണ് വരുന്നത്. സാർ തന്നെ നമ്മുടെ മെയിൻ്റനൻസിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രസിദ്ധമായ വൈറലായ വാക്കുണ്ട്, നമ്മൾ എല്ലാവരും കക്കൂസ് പണിയുന്നവരാണ്, പക്ഷേ കക്കൂസ് കഴുകാറില്ല എന്നുള്ള കാര്യം. ഞാൻ കുട്ടനാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞങ്ങളുടെ കുട്ടനാട്ടിൽ എടുത്തു പറയത്തക്ക ഒരു നിർമ്മിതി എന്ന് പറയുന്നത് കൈനകരിയിൽ ഒരു ഹൗസ് ബോട്ട് ടെർമിനൽ ഉണ്ടായിരുന്നു. അത് 6 വർഷത്തിന് മുമ്പ് പണി കഴിപ്പിച്ച ഒരു നിർമ്മിതിയാണ്. വളരെയധികം പേര് അവിടെ വരുന്നുണ്ട്. എന്നാൽ ഈ 6 വർഷത്തിനിടയ്ക്ക് അവിടെ ഇതുവരെ പെയിന്റ് ചെയ്തിട്ടില്ല.
അതിൻ്റെ ആ ചുറ്റുപാടുമുള്ള റെയിലിങ്സ് എല്ലാം തുരുമ്പിച്ച് നശിക്കാറായിരിക്കുന്നു. സാറ് പറഞ്ഞതുപോലെ എങ്ങനെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാം? നമ്മൾ ആരാണ് ഇതിൻ്റെ മാനേജ്മെന്റ്, ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? ഇത് പണിയുമ്പോൾ ചിലപ്പോൾ MLA ഫണ്ടിൽ നിന്നോ MP ഫണ്ടിൽ നിന്നോ പണിത് കഴിയും, പക്ഷേ ഇത് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം? എങ്ങനെ നമുക്കത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ കഴിയും? അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളും മറ്റ് സർക്കാർ കെട്ടിടങ്ങളും ഒക്കെ പണിയുന്ന സമയത്ത് പെയിന്റ് ചെയ്യും, പിന്നെ പെയിന്റ് ചെയ്യാറില്ല. അതൊക്കെ എങ്ങനെ നമുക്ക് ഒരു ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അത് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിന് ആ പ്രദേശത്തെ ജനങ്ങളുടെ സഹകരണത്തോടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോപ്പറേറ്റീവായ ഒരു മുന്നേറ്റം കൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളോ മറ്റോ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല ഏറ്റെടുക്കുക. അതിൻ്റെ ആ ടെർമിനലിൽ വന്നെടുക്കുന്ന ബോട്ടുകളിൽ നിന്ന് ഫീസ് പിരിക്കുന്നതിനുള്ള ചുമതലയും അവർക്ക് കൊടുക്കുക. അവർ ആ പ്രദേശത്തെ പഞ്ചായത്ത് അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു സഹകരണ സംഘം അതിൻ്റെ മെയിൻ്റനൻസും ചുമതല വഹിക്കുക. അതല്ലാതെ പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. മറ്റു പല രാജ്യങ്ങളിലും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ ഒക്കെ ചുമതലയിലാണെങ്കിൽ അതിന് താഴത്തെ തട്ടുവരെ അതിലൊരു ഭരണ സംവിധാനം ഉണ്ടാകും. നമുക്ക് എല്ലാ പഞ്ചായത്തിലും അത്തരത്തിലുള്ള ഒരു സംവിധാനം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലില്ല. അത് തന്നെയുമല്ല, നമ്മുടെ ഒരു ഭരണ സംവിധാനത്തിലെ പല പോരായ്മകളുടെയും ഭാഗമായി ഈ നിർമ്മിച്ച സാധനങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ ഒരു ചട്ടങ്ങളിൽ പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. മെയിൻ്റനൻസ് എന്ന് പറയുന്നതിനെ കുറിച്ച് ആരും ബോധേഡല്ല. ശരിക്കും ഒരു 2 വർഷം പുതിയ ഒന്നും നിർമ്മിക്കാതെ ഉണ്ടാക്കിയതിനെയെല്ലാം ഒന്ന് മെയിൻ്റനൻസ് നടത്തുകയും ഒന്ന് പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനം മാത്രം മന്ത്രിമാരും MP-മാരും ശ്രമിച്ചാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഫെസിലിറ്റികളും പഴയതിനേക്കാൾ ഗംഭീരമാകും. കാരണം നമുക്കറിയാം, ബസ് സ്റ്റാൻഡുകൾ മുതൽ ബസ് ഷെൽട്ടറുകൾ മുതൽ വിമാനത്താവളങ്ങൾ വരെയുള്ള ഭാഗങ്ങളിലെ മെയിൻ്റനൻസിൻ്റെ പോരായ്മ പലപ്പോഴും ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉരുണ്ടുചാടിയതൊക്കെ നമ്മൾ വാർത്ത വായിച്ചല്ലോ. വിമാനത്താവളങ്ങളാണ്, ബസ് ഷെൽട്ടറുകളല്ല. അപ്പോൾ ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്, നവീകരണം എന്ന് പറയുന്നതിന് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. MLA-മാരും MP-മാരും ആ ഫണ്ട് ഇനി നവീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചാലും തെറ്റില്ലെന്ന് എൻ്റെ അഭിപ്രായം.